എല്ലാ പുണ്യാത്മാക്കൾക്കും നമസ്കാരം. ഞാൻ മധുസൂദന വാര്യർ. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തെ പറ്റി മുമ്പേയുള്ള എപ്പിസോഡുകളിൽ പറയേണ്ടായി. ഇന്ന് പറയാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ സാമാന്യമായ ഒരു ബാഹ്യാർത്ഥം. ഇത്രയേ ഉള്ളൂ. ജന്മാദിസ്യ എന്ന ശ്ലോകം മണിക്കൂർ കണക്കിന് പറയാം, ഒരു പുസ്തകം തന്നെ എഴുതാം. വലിയ ഒരു വിഷയമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ പ്രതിപാദിക്കുന്നില്ല. ബാഹ്യമായൊരു ചെറിയ അർത്ഥം മാത്രമാണ് പറയുന്നത്. ആദ്യമായിട്ട് ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ജന്മാദിസ്യയുടെ അർത്ഥം പറയുകയാണോ, എങ്ങനെയാണോ പറയുക എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കാം. വഴിയുണ്ട്, ദയവായിട്ട് അങ്ങനെ കരുതരുത് എന്നുള്ളതിനാണ് ഈ ആമുഖം പറയുന്നത്. ബാഹ്യാർത്ഥം മാത്രമേ പറയുന്നുള്ളൂ. ശ്ലോകം ഞാനൊന്ന് ചെല്ലാം. ജന്മാദിസ്യേതൊന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാധികവേ മുഖ്യന്തിയത് സൂര്യ തേജോ വാരിമൃതാം യഥാ വിനിമയോ എത്ര സർഗോ മിഷാ ധാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഉത്തരമീമാംസ എന്നുകൂടി പറയപ്പെടുന്ന വേദവ്യാസ മഹർഷിയുടെ ബ്രഹ്മസൂത്രത്തിലെ 1-ാമത്തെ അധ്യായത്തിലത്തെ 1-ാമത്തെ പാദത്തിലെ 2-ാമത്തെ അധികരണത്തിലെ 2-ാമത്തെ സൂത്രമാണ് യദോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി എപ്രയന്തി മുമുക്ഷുർവൈ ശരണമഹം പ്രപത്യേ. അപ്പോൾ ജന്മാദ്യസ്യ എന്ന ശ്ലോകം കൊണ്ടുതന്നെ തുടങ്ങണം. ഇവിടെയും ജന്മാദ്യസ്യാണ് തുടക്കം. അതുകൊണ്ട് ബ്രഹ്മസൂത്രത്തിലത്തെ വിഷയവും ശ്രീമദ് ഭാഗവതത്തിലത്തെ വിഷയവും ഒന്നാണ്. പണ്ടൊക്കെ ഈ ഗ്രന്ഥം തുടങ്ങുമ്പോൾ വിഷയം, അധികാരി, സംബന്ധം, പ്രയോജനം, ഈ 4 എണ്ണം തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവുന്നതാണ്. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? വിഷയം. അത് കൈകാര്യം ചെയ്യുന്ന ആൾ നമുക്കത് വേണോ, അർഹതയുണ്ടോ ഇല്ലയോ, അത് പറയാനുള്ളതായിട്ട്. സംബന്ധം, അധികാരി, നമുക്കതിന് അധികാരമുണ്ടോ ഇല്ലയോ, നമ്മളുമായിട്ടുള്ള ബന്ധം അതിനെന്താണ്, പിന്നെ ഇതൊക്കെ ചെയ്താലുള്ള ഗുണം എന്താണത്, പ്രയോജനം. പിന്നെ വിഷയം, അധികാരി, സംബന്ധം, പ്രയോജനം, ഈ 4 എണ്ണം സൂചിപ്പിച്ചിരിക്കും. ഇപ്പോൾ വിഷയം ഇവിടെ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ പ്രാപിക്കലാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അപ്പോൾ മാത്രമേ ശരീരം എടുക്കാതെ ആവുള്ളൂ. ജനനമരണങ്ങളിൽ നിന്ന് മുക്തി നേടിയാലേ സുഖദുഃഖങ്ങൾക്ക് അവസാനം ഉണ്ടാവുള്ളൂ. മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നുള്ള മുക്തി. ജീവിച്ചിരിക്കുമ്പോൾ മുക്തി ഉണ്ടാവണം ആദ്യം, എന്നിട്ട് അങ്ങനെയാലേ മരിച്ചാൽ മുക്തി ഉണ്ടാവുള്ളൂ എന്നാണ്. നമുക്കൊക്കെ വിചാരണ മരിച്ചു പോയാൽ കിട്ടുന്ന എന്തോ ഒരു വസ്തുവാണ് മുക്തി. അല്ല, ആദ്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മുക്താവസ്ഥയിലേക്ക് എത്തുക. അങ്ങനെ മരിക്കുമ്പോൾ മരണശേഷവും ജനിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതാണ് മുക്തി. അവിടേക്ക് എത്തലാണ് ബ്രഹ്മസൂത്രത്തിൻ്റെ ലക്ഷ്യം, ശ്രീമദ് ഭാഗവതത്തിൻ്റെയും ലക്ഷ്യം. അതാണ് സത്യം പരം ധീമഹി എന്ന് പറഞ്ഞത്. വയം താം പരം സത്യം ധീമഹി. ഞങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ആ പരമമായ സത്യത്തിലേക്ക് എത്താം, പരമമായ സത്യത്തെ ഉൾക്കൊള്ളാം. പരമമായിട്ടുള്ള സത്യവും പരമമല്ലാത്ത സത്യവും ഉണ്ടോ? ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ പരമമല്ലാത്ത സത്യമാണ്. കാരണം ഇപ്പോൾ ഉണ്ട്, മുമ്പേ കുറേ കാലം മുമ്പേ ഇല്ല, ഇനി കുറേ കാലം കഴിഞ്ഞാലും ഉണ്ടാവില്ല. ഇപ്പം നമ്മളൊക്കെ ഒരു 70 കൊല്ലം മുമ്പുണ്ടോ? ഇല്ല. ഇനി ഒരു 70 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവും? ഇല്ല. ഇപ്പോൾ കാണുന്നുണ്ട്, ഉണ്ട്. അത് മാത്രമാണ് സത്യം. അത് പരമമായ സത്യമല്ല. ഈശ്വരനാകട്ടെ എന്നും ഉണ്ട്, എന്നും ഉണ്ടാവും ചെയ്യും, ഇപ്പോഴും ഉണ്ട്. ആ സത്യത്തെ ഉൾക്കൊള്ളുന്നതാണ് എല്ലാ ദുഃഖ നിവൃത്തിക്കും മാർഗം അല്ലെങ്കിൽ പരിഹാരം എന്ന് ആദ്യം സൂചിപ്പിച്ചു. ഈ ആ ബ്രഹ്മം ഏതു തരത്തിലുള്ളതാണ്? ജന്മാദ്യസ്യ യഥാ, ഈ കാണുന്നതായ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, ഏതിൽ നിലനിൽക്കണു, ഏതിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. ഉണ്ടായതിൽ നിലനിൽക്കണു, ഉണ്ടായതിൽ തന്നെ വിലയിച്ചില്ലാണ്ടിയാവുന്നു എന്നാണ്. ജന്മാദ്യസ്യത, ആദ്യം, അതാണ് ബ്രഹ്മം. ഉൽപ്പത്തി സ്ഥാനം, നിലനിൽക്കേണ്ട സ്ഥാനം, പോയി ചേരേണ്ടതായ സ്ഥാനം. രണ്ടാമത് പറഞ്ഞു അന്വയാതിതരത,
ഈ ഈശ്വരൻ പ്രപഞ്ചവുമായിട്ട് ചേർച്ചയില്ലാത്തതും പ്രപഞ്ചത്തിന് തികച്ചും ഭിന്നവും ആണ്. അതാണല്ലോ ബ്രഹ്മം. പ്രപഞ്ചമാവട്ടെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഭൂമി, വെള്ളം, വായു, ആകാശം മുതലായതെല്ലാം ചേർന്ന് ഈ കാണുന്ന ദൃശ്യ പ്രപഞ്ചം, അതാണ് പ്രപഞ്ചവും. വാസ്തവത്തിൽ എങ്ങനെയാണ് പ്രപഞ്ച അനുഭൂതി ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അന്വയാത് ഇതരത. ചേർച്ച കൊണ്ട് ഇതരതയെ പ്രാപിച്ചത്. എന്താണ് ഇവിടെ ചേരുന്നത്? ബ്രഹ്മവും ജീവനില്ലാത്ത ജഡവസ്തുക്കളായ പ്രപഞ്ചവും ചേരുന്നു. ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം ഇല്ലാത്തൊരു ശരീരത്തിന് വല്ല ശക്തിയുണ്ടോ? കല്ല്, മണ്ണ്, അഗ്നി, മരങ്ങൾ, ഇതിനൊന്നും ഈശ്വരനുമായിട്ട് ചേർച്ചയില്ലെങ്കിൽ അതിൻ്റേതായ അസ്തിത്വം ഉണ്ടാവില്ല എന്നാണ്. ഒന്നിനും ഉണ്ടാവില്ല. അപ്പം ഈശ്വരൻ എന്ന ചൈതന്യം മാത്രമായാൽ പ്രപഞ്ചം ഉണ്ടാവുമോ? അപ്പോൾ പ്രപഞ്ചം ഉണ്ടാവില്ല. പ്രപഞ്ചത്തിൽ ഈശ്വരൻ ഇല്ലാതെ നിൽക്കുമ്പോൾ പ്രപഞ്ചം ഉണ്ടാവുമോ? അപ്പോഴും പ്രപഞ്ചം ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴാണ് പ്രപഞ്ചം ഉണ്ടാവുന്നത്? രണ്ടും കൂടി ചേരുമ്പോൾ അല്ലേ? ശരീരം മാത്രമായ ജീവൻ, അതിന് ചലനമില്ല. ബ്രഹ്മം മാത്രമായ ശരീരമില്ലല്ലോ. രണ്ടും ചേരുമ്പോൾ എന്തായി? മായാബന്ധം, സുഖം, ദുഃഖം, സന്തോഷം, മമത അല്ലേ? ഇതൊക്കെ ഉണ്ടാവണം. അതാണ് അന്വയാത് ഇതരത. ഈശ്വരനും മായയിലുള്ള പ്രപഞ്ച വസ്തുക്കളും കൂടിച്ചേർന്നുണ്ടാകുന്ന പ്രതിഭാസം, അതാണ് പ്രപഞ്ചം അല്ലെങ്കിൽ മായ. അത് ഈശ്വരൻ്റെ ഒരു കഴിവാണ്, ഈശ്വരൻ്റെ ഒരു പ്രതിഭാസ ശക്തിയാണ്. ഇനി പറഞ്ഞു അർത്ഥേഷു അഭിജ്ഞ. ഈ പഞ്ചഭൂതങ്ങളിലെല്ലാം ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ ഇവയെല്ലാം അറിയുന്നുമുണ്ട്. പക്ഷേ പഞ്ചഭൂതങ്ങളാവട്ടെ തിരിച്ച് ഈശ്വരനെ ഇങ്ങോട്ട് അറിയുന്നുമില്ല. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. നമ്മുടെ ശരീരത്തിലുള്ള പരമാത്മാവ് നമ്മുടെ എല്ലാ ചലനങ്ങളും നമ്മൾ ചെയ്യാൻ പോണതും കൂടി അറിയേണ്ടതെന്നാണ്. പക്ഷെ നമ്മൾ ആ ഈശ്വരനെ അറിയുന്നുണ്ടോ? മായയിൽ പെട്ടിട്ട് അറിയണില്ല. അങ്ങനെ ഇങ്ങോട്ട് അറിഞ്ഞുകൊണ്ടും അങ്ങോട്ട് അറിയാതെ ഏതൊരു ശക്തിയാണോ ഇരിക്കുന്നത് ആ ശക്തിയെ ധ്യാനിക്കുന്നു. അടുത്തതായിട്ട് സ്വരാട്ട്. സ്വയം പ്രകാശശക്തി ബ്രഹ്മത്തിനുണ്ട്. മായയില്ലെങ്കിലും ഈശ്വരൻ, ഒരു കുറവും ഈശ്വരൻ ഉണ്ടാവില്ല. ഈശ്വരൻ ഇല്ലെങ്കിലോ ഈ കാണുന്ന ഒരു പ്രപഞ്ചത്തിന് ചലനശക്തിയില്ല. ഭൂമി തിരിയില്ല, സൂര്യൻ ഉദിക്കില്ല, ശരീരം ഇളകില്ല, വർത്തമാനം പറയാൻ പറ്റില്ല, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല, ഒന്നുമില്ല. ഈശ്വരൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല. ചൈതന്യം പോയാൽ ശരീരത്തിനെ നമ്മൾ ജഡം എന്ന് പറയും. ഈശ്വരനെ കൂടാതെ പ്രപഞ്ചമില്ല. പക്ഷേ പ്രപഞ്ചം ഇല്ലെങ്കിൽ ഈശ്വരൻ്റെ നിലനിൽപ്പിന് കുറവില്ല. സ്വരാട്ട്, സ്വയം പ്രകാശിക്കുന്നതും ആണ്. ഈ തേനെ ബ്രഹ്മകൃതായ ആദികവയൊരു പഴയ ചരിത്രം. ബ്രഹ്മാവിന് ലോകം സൃഷ്ടിക്കാനുള്ള കടമയാണ് ഭഗവാൻ നൽകിയത്. ശിവന് സംഭരിക്കാനും വിഷ്ണുവിനെ നിലനിർത്താനുമാണല്ലോ. പക്ഷേ എങ്ങനെ ലോകം സൃഷ്ടിക്കും? അയ്യോ, അതിന് എന്തൊക്കെ രൂപകൽപ്പന ചെയ്യണം? ഒരു അറിവുമില്ലാണ്ട് ബ്രഹ്മദേവൻ നന്നായി കഷ്ടപ്പെട്ടു. ഒടുവിൽ തപസ് ചെയ്ത് ഈശ്വര തോട്ടാൾക്കാർ നേടിയപ്പോഴോ അനായാസേനതാ സൃഷ്ടിക്കണം. ജീവജാലങ്ങളായിട്ടും സസ്യജാലങ്ങളായിട്ടും ജന്തുജാലങ്ങളായിട്ടും മനുഷ്യജാലങ്ങളായിട്ടും ഗന്ധർവസിദ്ധന്മാരായിട്ട് അങ്ങനെ മനുഷ്യന് അതീതമായിട്ടുള്ളതും മനുഷ്യനും അതിന് താഴെയതും വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെ അനായാസനം ഒരു പ്രയാസം കൂടാതെ സൃഷ്ടിയുണ്ടായി. അതെന്തിനാ ഇപ്പം ഇവിടെ പറഞ്ഞത്? ആ ഈശ്വരനെ നമ്മൾ തപസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സാക്ഷാത്കരിച്ചാൽ നമുക്ക് അപാരമായിട്ടുള്ള ശക്തി കൈവരുന്നു. മനുഷ്യാതീതമായിരിക്കുന്ന ശക്തി നമുക്കുണ്ടാവും. ഇപ്പോഴത്തെ നമ്മളല്ല ഈശ്വര ചൈതന്യം നമ്മളിലുണ്ടെങ്കിൽ തപസ് ശപിക്കാനുള്ള ശക്തി, അനുഗ്രഹിക്കാനുള്ള ശക്തി, നിമിഷം കൊണ്ടൊരു സംഗതി സൃഷ്ടിക്കാനുള്ള ശക്തി, ഇവിടുന്ന് വേറൊരുത്തിലേക്ക് വാഹനമോ ഒന്നും കൂടാതെ എത്താനുള്ള ശക്തി, അത്ഭുത ശക്തികൾ ആ ഈശ്വര ശക്തിയെ നമ്മൾ സ്വാധീനിച്ച് വേണ്ട പോലെ ഉപാസിച്ച് സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് തന്നെയാണ് കഴിവില്ലാത്തത്. ലേശം പ്രയാസമുള്ളതാണെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു അത്ഭുത വിദ്യ തന്നെയാണ് നമ്മുടെ ആചാര്യന്മാർ കണ്ടുപിടിച്ചത്. ഒറ്റ കാര്യത്തിൽ പിടിച്ചാൽ മതി, ബാക്കിയൊക്കെ നടന്നോളും എന്നർത്ഥം. അതാണ് എന്ന് പറഞ്ഞത്. തേനേ ബ്രഹ്മഗതായ ആദികവി. ഇവിടെ ആദികവി ബ്രഹ്മാവ്. സൃഷ്ടി സാമർഥ്യം ബ്രഹ്മാവിന് നൽകിയത് ഏതൊരു ശക്തിയാണോ ആ ശക്തിയാണ് നമ്മൾ അറിയേണ്ടത്. നീ പറഞ്ഞു മുഖ്യന്തിയ സൂര്യ എളുപ്പമല്ലാട്ടോ. സൂര്യാന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ, മുഖ്യന്തി മോഹിക്കുന്നു. ശിവൻ പോലും വിഷ്ണുവിൻ്റെ മായ കണ്ട് ഭ്രമിച്ചു എന്ന് പറഞ്ഞാൽ, ശിവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാമദേവനെ ഭസ്മാക്കിയ ആളാണ്. അപ്പോൾ ത്രിമൂർത്തികളടക്കം ഏതൊരു മഹാശക്തിയുടെ മായയിൽ കുടുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അതിനെ അതിക്രമിക്കാൻ വളരെയധികം പ്രയാസമാണ്. ഏതൊരു ശക്തിയാണോ മായയെ കടന്ന് പ്രാപിക്കാൻ പ്രയാസമുള്ളത്, അറിവുള്ളവർ കൂടി മോഹിച്ച് തെറ്റിലേക്ക് വഴുതി വീഴുന്നത്, ആ ശക്തിയാണ് നമുക്ക് പ്രാപിക്കേണ്ടത്. തേജോ വാരി മൃതാം യഥാവിനിമയോ എത്ര സർഗോമുഷ.
ഭൂമി, വെള്ളം, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ ഏതൊരു ഭഗവാന്റെ തന്നെ രൂപമാണ്. രൂപഭേദം വന്നിട്ടാണ് പ്രപഞ്ചം. അദ്വൈത സിദ്ധാന്ത പ്രകാരം ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചം. പക്ഷെ ചെറിയൊരു രൂപഭേദം വന്നിട്ടുണ്ട് എന്ന് മാത്രം, ഒന്ന് മാറിയിട്ടുണ്ട് എന്ന് മാത്രം. ഐസ് ഉരുകിയ വെള്ളമായി, പക്ഷെ ഐസും വെള്ളവും ഒന്ന് തന്നെയല്ലേ? എന്നാൽ ഒന്നാണോ? പിന്നെ എങ്ങനെ രണ്ടുപേരുണ്ടാവുക? ഐസ് ഉരുകിയിട്ട് എന്തായി? വെള്ളമായിട്ട് മാറി. വെണ്ണ ഉരുകിയിട്ട് എന്തായി? നെയ്യായി. പക്ഷേ വസ്തു രണ്ടല്ല, വെണ്ണ തന്നെയാണ് എന്താവുന്നത്? നെയ്യ്. പക്ഷേ ദ്രവാവസ്ഥയിലാകുമ്പോൾ നമ്മൾ നെയ്യ് എന്ന് പറയും, ദ്രവാവസ്ഥയിലാകുമ്പോൾ നമ്മൾ വെള്ളം, കട്ടിയുള്ള അവസ്ഥയിലാകുമ്പോൾ നമ്മൾ ഐസ്, കട്ടിയായിട്ട് വരുമ്പോൾ നമ്മൾ വെണ്ണ. അപ്പോൾ ആ ഈശ്വരൻ തന്നെ രൂപഭേദം പ്രാപിച്ചപ്പോൾ പ്രപഞ്ചമായിട്ട് മാറി എന്നർത്ഥം. ആ പ്രപഞ്ചമാവട്ടെ എത്ര ത്രിസർഗോ മൃഷ, സൃഷ്ടി. ത്രിസർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി. അജ്ഞാനികളെ സംബന്ധിച്ച് പ്രപഞ്ചം സത്യവും ജ്ഞാനികളെ സംബന്ധിച്ച് പ്രപഞ്ചം മിഥ്യയുമാണ്. അതാണ് ബ്രഹ്മസത്യം ജഗൻ മിഥ്യ. ജ്ഞാനികളെ സംബന്ധിച്ചും അജ്ഞാനികളെ സംബന്ധിച്ചും നേരെ തിരിച്ചാണ്. അജ്ഞാനികളെ സംബന്ധിച്ച് പ്രപഞ്ചമാണോ സത്യം, ഈശ്വരൻ എന്നൊന്നില്ല. ജ്ഞാനികളെ സംബന്ധിച്ച് ഈശ്വരനാണോ സത്യം, എന്നാൽ പ്രപഞ്ചമോ ഇല്ല. അതാണ് എത്ര ത്രിസർഗോ മൃഷ. ഇനി ധാംനാ സേന സദാ നിരസ്ത കുഹകം, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതായിട്ട് യാതൊരു മറവോ മുറിവോ ക്ഷതമോ കൂടാതെ പ്രകാശിക്കുന്ന തം പരം സത്യം, ആ പരമമായിരിക്കുന്ന സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ ശ്രമിക്കാം, ധ്യാനിക്കാം, ലക്ഷ്യത്തിൽ എത്താം. അതുമായിട്ട് ചേരുമ്പോൾ ജനനമരണത്തിൽ നിന്ന് ശാശ്വതമായിട്ടുള്ള മുക്തി ഉണ്ടാവുന്നു, എല്ലാ ദുഃഖത്തിൽ നിന്നും നമുക്ക് മുക്തി ഉണ്ടാവുന്നു. ഒന്നുകൂടി സംഗ്രഹിക്കാം. ഈ കാണുന്ന പ്രപഞ്ചം ഏതൊന്നിൽ നിന്നുണ്ടായി? ഈ കാണുന്ന പ്രപഞ്ചം ഏതൊന്ന് തന്നെ രൂപഭേദം പ്രാപിച്ചിട്ടാണ് ഉണ്ടായത്. ഈ കാണുന്ന പ്രപഞ്ചം സ്വയമേവ ഏതൊരു ശക്തിയാൽ പ്രകാശിക്കപ്പെടുന്നു. അതിനെ പ്രകാശിക്കാൻ മറ്റൊന്നിൻ്റെ സഹായം ആവശ്യമില്ല. അറിവുള്ളവർ പോലും ഈ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി വിഷമിക്കുന്നു, സാധിക്കാതിരിക്കുന്നു. ഏതൊരു ബ്രഹ്മത്തെ ഉപാസിച്ചാലാണ് ഏത് ശക്തിയും ഉപാസകന് ഉണ്ടാവുന്നത്? ബ്രഹ്മാവിന് സൃഷ്ടി സാമർത്ഥ്യം നൽകിയതിനെ ഉദാഹരിച്ചുകൊണ്ട്. ഏതൊരു പ്രപഞ്ചം തന്നെയാണ് ഭഗവാന്റെ തന്നെ രൂപഭേദമായിരിക്കുന്നത്. ഏതൊരു പ്രപഞ്ചമായ ഭഗവാന്റെ തന്നെ രൂപമാണ് അജ്ഞാനികളെ സംബന്ധിച്ച് സത്യം, എന്നാൽ ജ്ഞാനികളെ സംബന്ധിച്ച് മിഥ്യയായിട്ട് പ്രപഞ്ചം ഇരിക്കുന്നത്. ആ മറവോ മുറിവോ ക്ഷതമോ കൂടാത്ത പരമമായിരിക്കുന്ന സത്യത്തെ നമുക്ക് ധ്യാനിക്കാം, ഉൾക്കൊള്ളാം. ഇന്നല്ലെങ്കിൽ നാളെ അതുമായി നമുക്ക് പ്രാപിക്കാം എന്ന് ഉദ്ദേശലക്ഷ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് ബ്രഹ്മത്തെ വർണ്ണിച്ചിരിക്കുകയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ. എത്ര മണിക്കൂർ കണക്കിന് പറഞ്ഞാലും എത്ര ദിവസക്കണക്കിന് പറഞ്ഞാലും പുസ്തകം തന്നെ എഴുതിയാലും കഴിയാത്തതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്നുകൂടി പറയേണ്ടതുണ്ട്. ഇതാണോ ഇപ്പോൾ ജന്മാദ്യസ്ഥയുടെ അർത്ഥം പറയണത് എന്ന് ചിലർ ചിന്തിക്കാം. ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. നമ്മൾ വളരെയധികം ചുരുക്കിയ ബാഹ്യമായ ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു ബ്രഹ്മസൂത്രം മുതൽ ഇതിനെ പറയുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാനുണ്ടാവണം. അപ്പം അത്രയധികം വ്യാപ്തിയുള്ള ഒരു ശ്ലോകമാണത്. അപ്പോൾ നമ്മളതിനെ പറ്റി വളരെ ചുരുക്കമാണ് പറഞ്ഞിരിക്കുന്നത്. വിസ്തരിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയും നിൽക്കാത്ത ഒരു വ്യാപ്തി, 100 അർത്ഥമാണ് ശ്രീധരാചാര്യർ ഈ ശ്ലോകത്തിന് പറഞ്ഞത്. സരസ്വതീ വന്ദനപരമായിട്ടുള്ള അർത്ഥം, ശിവവന്ദനപരമായിട്ടുള്ള അർത്ഥം, വിഷ്ണുവന്ദനപരമായിട്ടുള്ള അർത്ഥം, സജ്ജന വന്ദനമായിട്ടുള്ള അർത്ഥം, ഗംഗയെ വന്ദിക്കുന്ന അർത്ഥം എന്നാണ് തുടങ്ങി ഒരു 100 അർത്ഥം ഇതിന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ശ്ലോകത്തിൻ്റെ വ്യാപ്തി എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രയൊന്നും നമ്മളിവിടെ പോയിട്ടില്ല. ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് നിർത്താം. മറ്റൊരു ശ്ലോകത്തിൻ്റെ അർത്ഥവുമായി വേറൊരു ദിവസം കണ്ടുമുട്ടാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.